ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്ട്സിനെ പറ്റിയിട്ടാണ്. എന്ന് വെച്ചാൽ ഈ പ്രൊഡക്ട്സ് ഒക്കെ തന്നെ മാർക്കറ്റിൽ ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്, ഭയങ്കര ഹൈപ്പിൽ നിൽക്കുന്ന പ്രൊഡക്റ്റാണ്. ഞാൻ ഈ പറയാൻ പോകുന്ന പ്രൊഡക്റ്റിൽ ഏതെങ്കിലും ഒരെണ്ണെങ്കിലും യൂസ് ചെയ്യാത്ത ആൾക്കാർ ഭയങ്കര ചുരുക്കമായിരിക്കും. അത്രയും ഫേമസ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്, കുറേ ആൾക്കാർ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സ് ആണ്. പക്ഷേ ഈ പ്രൊഡക്റ്റ് ഒന്നും ആക്ച്വലി നമ്മുടെ സ്കിന്നിന് അത്ര നല്ലതല്ല. നമ്മൾ നല്ലതെന്ന് വിചാരിച്ചിട്ട് വാങ്ങുന്ന ഈ കുറച്ച് പ്രൊഡക്ട്സ് നമ്മുടെ സ്കിന്നിന് ദോഷമായിട്ടാണ് വന്നു ചേരുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം. അപ്പം നമുക്ക് ലാഗ് അടിപ്പിക്കാതെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് പ്രൊഡക്റ്റാണ് ഏറ്റവും ഹൈപ്പിൽ നിൽക്കുന്ന ഹിമാലയയുടെ നീം ഫേസ് വാഷ്. ഇതിപ്പോഴും കുറേ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഈവൻ ഞാൻ പോലും ചെറുതായിരുന്ന സമയത്ത് ഒരു 4-5 വർഷം മുന്നേ വരെ ഞാൻ പോലും ഇതിൻ്റെ ഒരു ഭയങ്കര ഫാനായിരുന്നു. ഇതത്ര ചീത്തതാണെന്നൊന്നും ഞാൻ പറയില്ല. ഇനി പറയാൻ പോകുന്ന ഫേസ് വാഷിനെ അപേക്ഷിച്ച് ഇത് ബെറ്ററാണ്. ഇത് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓയിലി സ്കിന്നുള്ള ആൾക്കാർക്കാണ് ഇത് ബെറ്റർ. ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർ ഇതിൻ്റെ പിന്നാലെ പോവാതിരിക്കുകയാണ് നല്ലത്. കുറച്ച് ഡ്രൈയിങ് ആണ്, കുറച്ച് കൂടുതൽ ഡ്രൈയിങ് ആണ്. ഓയിലി സ്കിന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാം. പക്ഷേ ഇതിനേക്കാളും ഭയങ്കര അഡ്വാൻറ്റേജസ് ഉള്ള ഫേസ് വാഷസ്, അതായത് ഓയിലി സ്കിൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ സാലിസിലിക് ആസിഡ് ഉള്ള ഫേസ് വാഷ് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇത് ജസ്റ്റ് ഒരു ഫേസ് വാഷ് എന്നുള്ള രീതിയിൽ നല്ലതാണ്. പക്ഷേ ഇതിനേക്കാളും ബെറ്റർ ഓപ്ഷൻസ് സാലിസിലിക് ആസിഡ് വരുന്ന ഫേസ് വാഷസ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഓയിലി സ്കിൻ ഉള്ള ആൾക്കാർക്ക് പറ്റിയ ഫേസ് വാഷ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ജസ്റ്റ് ഹിമാലയിൽ നിന്ന് സ്വിച്ച് ചെയ്തിട്ട് ഞാൻ പറഞ്ഞ സാലിസിലിക് ആസിഡ് വരുന്ന ഫേസ് വാഷ് നോക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഈ ഹിമാലയയുടെ ഫേസ് വാഷ് വരുമ്പോൾ അതിൽ നിങ്ങൾ കണ്ടിട്ടില്ല ഒരു ഗ്രീൻ കളർ വരുന്നത്, അപ്പോൾ കളർ ആഡഡ് ആണ്. പിന്നെ അതിനൊരു ഫ്രേഗ്രൻസ് വരുന്നുണ്ട്. നമ്മൾ സ്കിൻ കെയറിലേക്ക് വരുമ്പോൾ മാക്സിമം ഈ കളറും ഫ്രേഗ്രൻസും ഒക്കെ ഒഴിവാക്കുകയാണ് നല്ലത്. അപ്പോൾ അതാണ് ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് 3 ഫേസ് വാഷസ് ഒരുമിച്ചിട്ടാണ്. കാരണം ഇവർ 3 പേരും ഒരേ സ്വഭാവം കാണിക്കുന്നവരാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഫേസ് വാഷ് വന്നിട്ട് പോൺസിൻ്റെ ഫേസ് വാഷ്, സെക്കൻഡ് വൺ ഗാർണിയറിൻ്റെ ഫേസ് വാഷ് ആൻഡ് തേർഡ് വൺ ക്ലീൻ ആൻഡ് ക്ലിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഫേസ് വാഷാണ്. ഇവർ 3ഉം ഏകദേശം ഒരേ സ്വഭാവക്കാരാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ pH ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവർ 7ലും മേലെയാണ് pH കാണിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഫേസ് വാഷിന് ഒരു pH ഉണ്ട്. എല്ലാ പ്രൊഡക്റ്റിനും ഫേസ് വാഷിനും മോയ്സ്ചറൈസറിനും ടോണറിനായാലും അതിനൊക്കെ നമുക്കൊരു ഏകദേശം ഒരു വേണ്ട pH എന്ന് പറയുന്നതുണ്ട്. ഈ pH വാല്യൂ റേഞ്ച് എന്ന് പറയുന്നത് 0 to 14 വരെയാണ്. ഇതിൽ 7 എന്ന് പറയുന്നതാണ് ന്യൂട്രൽ, 7 എന്ന് പറയുന്നതാണ് ന്യൂട്രൽ നടുവിലത്തത്. അതിൽ ഫേസ് വാഷിലേക്ക് വരുമ്പോൾ നമുക്ക് ഫേസ് വാഷിന് വേണ്ട pH എന്ന് പറയുന്നത് 4.5 to 7 വരെയാണ്. 7ന്റെ അപ്പുറത്തേക്ക് പോയാൽ അതിന് ആൽക്കലൈൻ സ്വഭാവവും 7ന്റെ ഇപ്പുറത്തേക്ക് അതായത് 6, 5 അങ്ങനെ വരുമ്പോൾ അതിന് ആസിഡ് സ്വഭാവമാണ്. അപ്പം നമുക്ക് ഫേസ് വാഷിന് വേണ്ട pH എന്ന് പറയുമ്പോൾ 4.5 to 7 വരെയുള്ള pH ഉള്ള ഫേസ് വാഷ് ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാൻ നല്ലതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 3 ഫേസ് വാഷിലേക്കും വരുമ്പോൾ ഗാർണിയർ, പോൺസ്, ക്ലീൻ ആൻഡ് ക്ലിയർ ഇതിൽ 3ലേക്കും വരുമ്പോൾ ഇതിൻ്റെ pH എന്ന് പറയുന്നത് 7ലും മേലെയാണ്. അതായത് 8ഉം 9ഉം ഒക്കെയാണ് വരുന്നത്. നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഡാർക്ക് ഗ്രീൻ കളറിലാണ് ഇത് വരിക. അപ്പോൾ ഇത് നമ്മുടെ ഫേസിന് നല്ലതല്ല, ഭയങ്കര സ്ട്രോങ് ആണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് ഒരിക്കലും നല്ലതല്ല. ഇത് നമ്മുടെ ഫേസിന് ഭയങ്കര ഇറിറ്റേഷനും റെഡ്നെസ്സും ഒക്കെ ഉണ്ടാക്കും. ഭയങ്കര സ്ട്രോങ് ആണ്. നമുക്ക് ഇത്ര സ്ട്രോങ് ഉള്ള ഫേസ് വാഷ് ഒന്നും തന്നെ ആവശ്യമില്ല. ഇത് ഭയങ്കരമായിട്ട് ഓയിൽ റിമൂവ് ചെയ്തിട്ട് നമ്മുടെ ഫേസിനെ ഭയങ്കര ഡ്രൈ ആക്കിയിട്ട് മാറ്റും. ഈ 3 ഫേസ് വാഷും മാർക്കറ്റിൽ ഭയങ്കരമായിട്ട് കുറേ ആൾക്കാർ മേടിക്കുന്ന ഫേസ് വാഷാണ്. ഏതൊരു സൂപ്പർ മാർക്കറ്റിൽ പോയാലും ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പോഴും കാണലുണ്ട് ആൾക്കാരിങ്ങനെ ഒന്നും നോക്കാതെ ബാസ്ക്കറ്റിലേക്ക് പെറുക്കി ഇടുന്നത്. അപ്പോൾ ഈ ഒരു ഫേസ് വാഷ് 3 എണ്ണം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നിർത്തിയേക്കാം. ഭയങ്കര ഹാംഫുൾ ആയിട്ടുള്ള ഫേസ് വാഷാണ്. ഒരിക്കലും നിങ്ങളിത് ഉപയോഗിക്കരുത്. ഇനി അടുത്ത കാറ്റഗറി, നമ്മുടെ ഫേസ് വാഷ് കഴിഞ്ഞ അടുത്ത കാറ്റഗറിയാണ് മോയ്സ്ചറൈസേഴ്സ് എന്ന് പറയുന്നത്. മോയ്സ്ചറൈസർ നമ്മൾ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പാണ് മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യാന്നുള്ളത്. ശരിക്കും നമുക്ക് മോയ്സ്ചറൈസേഴ്സിൻ്റെ ആവശ്യമില്ല. നല്ലോണം ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്ക് സ്കിന്നിൽ ഹൈഡ്രേഷൻ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് മോയ്സ്ചറൈസേഴ്സ് ഉപയോഗിക്കാം. അല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതിരിക്കാം. ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. ഡ്രൈ സ്കിന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് കൂടിയേ തീരും. ഓയിലി സ്കിന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നിർബന്ധമൊന്നുമില്ല. മോയ്സ്ചറൈസർ നിങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം, ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്.
അപ്പോൾ മോയ്സ്ചറൈസേഴ്സിനെ പറ്റി പറയുമ്പോൾ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങിക്കുന്നതും ഏറ്റവും കൂടുതൽ ഹൈപ്പിൽ നിൽക്കുന്നതും ഓൺലൈനിൽ ഓരോ മിനിറ്റിലും സോൾവ് ചെയ്യുന്നതുമായിട്ടുള്ള 3 മോയ്സ്ചറൈസേഴ്സ്, പോൺസിൻ്റെ മോയ്സ്ചറൈസേഴ്സ്, ഡവിൻ്റെത്, നിവ്യയുടേത്. ഇത് 3ഉം ഭയങ്കരമായിട്ട് ആൾക്കാർ വാങ്ങിക്കുന്ന മോയ്സ്ചറൈസേഴ്സ് ആണ്. കാരണം ഭയങ്കര അഫോർഡബിളും ആണ്, കുട്ടി കുട്ടി പാക്കേജിങ്ങിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് 3ഉം നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടാവും അല്ലേ? ഈ പറഞ്ഞ ഫേസ് വാഷ് ആണെങ്കിലും മോയ്സ്ചറൈസർ ആണെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഉപയോഗിക്കാത്തൊരു ചുരുക്കമായിരിക്കും. ഇനി ഈ 3എണ്ണത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സോൾഡ് ആയി പോകുന്ന മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പോൺസിൻ്റെ മോയ്സ്ചറൈസർ ആണ്. എത്രയോ ഇൻഫ്ലുവൻസേഴ്സ് ആണല്ലേ, നമ്മൾ ഫോൺ തുറന്നാൽ എല്ലാവരുടെ കയ്യിലുണ്ടാവും ഈ ഒരു മോയ്സ്ചറൈസർ. പക്ഷേ ഇത് ലോങ് ടേമിലേക്ക് അത്ര നല്ലതല്ല. ഇത് മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞ 3എണ്ണം ലോങ് ടേമിലേക്ക് അത്ര നല്ലതല്ല. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ 3ൻ്റെ കളർ നമ്മൾ നോക്കിയാൽ അറിയാം, ഭയങ്കര തിക്കായിട്ടുള്ള ഒരു വൈറ്റ് കളറിലാണ് ഇതിൻ്റെ 3ൻ്റെ കളറും ഇരിക്കുന്നത്. ഭയങ്കര തിക്കായിട്ട് ഭയങ്കര കട്ടിയായിട്ടുള്ള ഒരു വൈറ്റ് കളറിലാണ്, ഭയങ്കര വൈറ്റ് കളറിലാണ് ഇത് 3ഉം ഇരിക്കുന്നത്. അപ്പോൾ ഇതിന് വൈറ്റ് കളർ വരാൻ വേണ്ടിയിട്ട് ചേർക്കുന്നത് ടൈറ്റാനിയം ഡയോക്സൈഡ് ആണ്. അത് നമ്മുടെ സ്കിന്നിന് അത്ര നല്ലതല്ല. രണ്ടാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് 3എണ്ണത്തിലും നല്ലോണം ഫ്രേഗ്രൻസ് ഉണ്ട്. ഇത് 3എണ്ണം മണത്ത് നോക്കിയാലും നമുക്കറിയാം ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഫ്രേഗ്രൻസ് ഉണ്ട്. ഫ്രേഗ്രൻസ് ഇല്ലാത്ത സ്കിൻ കെയർ പ്രൊഡക്റ്റ് ആണ് ഏറ്റവും കൂടുതൽ സ്കിന്നിന് നല്ലത്. പിന്നെ അടുത്തൊരു കാരണം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രിസർവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ പാരബൺസ് ആണ്. പാരബൺസ് സ്കിന്നിൽ ഭയങ്കര ഹാംഫുൾ ആണ്. അല്ലാതെ പാരബൺസ് അല്ലാത്ത പ്രിസർവേറ്റീവ്സ് കുറേ ഉണ്ട്, സ്കിന്നിന് അത്ര ഹാംഫുൾ അല്ലാത്തത്. അപ്പോൾ ഇതിൽ 3ലും ഉപയോഗിച്ചിരിക്കുന്ന പ്രിസർവേറ്റീവ്സ് എന്ന് പറയുന്ന പാരബൺസ് ആണ്. അത് സ്കിന്നിന് അത്ര നല്ലതല്ല. ഈ 3 മോയ്സ്ചറൈസേഴ്സും ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്തേക്കാം. മാർക്കറ്റിൽ ഇതിനേക്കാളും നല്ല അഫോർഡബിൾ ആയിട്ട് നല്ല ബെറ്റർ ഓപ്ഷൻസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ 3 മോയ്സ്ചറൈസേഴ്സും ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഇന്നത്തോടെ നിർത്തിയേക്കാം. ഇത് നിങ്ങളുടെ സ്കിന്നിന് നല്ലതല്ല. അപ്പോൾ മൂന്നാമത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരുവിധം എല്ലാ ആൾക്കാരും ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് വെറ്റ് വൈപ്സ് എന്ന് പറയും. വെറ്റ് വൈപ്സ് കുറേ ബ്രാൻഡിൻ്റെ പേരിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഏകദേശം എല്ലാവരുടെ ബാഗിൽ നോക്കിയാലും കാണാം കുട്ടി കുട്ടി പാക്കറ്റായിട്ട് പല ബ്രാൻഡിൻ്റെ വെറ്റ് വൈപ്സും കിടക്കുന്നത്. നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയി വരുമ്പോൾ ഈ ക്ലെൻസേഴ്സിനൊക്കെ പകരം നമ്മൾ വെറ്റ് വൈപ്സ് ഉപയോഗിച്ചിട്ട് ഫേസ് ഇങ്ങനെ ജസ്റ്റ് തുടച്ചിട്ട് നമ്മൾ തന്നെ ഇങ്ങനെ വിചാരിക്കുമ്പോൾ ഭയങ്കര വൃത്തിയായി, നല്ലൊരു കൂളിംഗ് സെൻസേഷൻ, ഭയങ്കരമായിട്ട് ഫേസ് ക്ലീൻ ആയി എന്നൊക്കെ. ആക്ച്വലി വെറ്റ് വൈപ്സ് നമ്മൾക്ക് ഫേസിന് ഭയങ്കരമായിട്ട് ബാഡായിട്ട് എഫക്റ്റ് ചെയ്യുകയും ചെയ്യും. വെറ്റ് വൈപ്സിൻ്റെ ആവശ്യവും നമുക്കില്ല. നല്ലൊരു ജെന്റിൽ ക്ലെൻസർ ഉപയോഗിച്ചിട്ട് ഫേസ് വാഷ് ചെയ്താൽ തന്നെ നമ്മുടെ ഫേസിലത്തെ ബാക്ടീരിയാസും കാര്യങ്ങളും അതേപോലെ തന്നെ അഴുക്കൊക്കെ പോവുള്ളൂ. ഇനി വെറ്റ് വൈപ്സിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കുമ്പോൾ അതിൽ ആൽക്കഹോൾ കണ്ടന്റ് ഭയങ്കര ഹൈ ആയിട്ടുണ്ട്. ആൽക്കഹോൾ നമ്മുടെ സ്കിന്നിന് തീരെ നല്ലതല്ല. നമ്മുടെ സ്കിന്നിന് അലർജീസും ഇറിറ്റേഷൻസും ഒക്കെ ഉണ്ടാക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് വെറ്റ് വൈപ്സ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നത്തോടെ നിർത്തിയേക്കാം. നിങ്ങൾക്ക് മേക്കപ്പ് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മൈസെല്ലാർ വാട്ടറോ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ മൈസെല്ലാർ വാട്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു ജെന്റിൽ ക്ലെൻസർ ഉപയോഗിച്ചിട്ട് ഫേസ് വാഷ് ചെയ്താൽ മതി. ഒരിക്കലും നിങ്ങൾ വെറ്റ് വൈപ്സ് ഫേസിൽ യൂസ് ചെയ്യരുത്. ഇനി അടുത്തൊരു പ്രൊഡക്റ്റാണ് അലോവേര ജെല്ല്. ഇത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കുന്നവരിപ്പോൾ നമ്പർ ഭയങ്കര ഇൻക്രീസ് ആയിട്ട് വരികയാണ്. ശരിക്കും അലോവേര ജെല്ല് നമ്മുടെ വീട്ടിൽ തന്നെ എത്രത്തോളം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ, നമുക്ക് വെച്ച് പിടിപ്പിച്ച് ഉണ്ടാക്കാൻ പറ്റുമോ, ആ അലോവേര ജെല്ലാണ് നമ്മുടെ സ്കിന്നിന് ബെസ്റ്റ് എന്ന് പറയുന്നത്. ഏറ്റവും നല്ലൊരു മോയ്സ്ചറൈസർ ആയിട്ടും കൂടെ അലോവേര ജെല്ല് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ അത് പുറത്തുനിന്ന് വാങ്ങുന്ന അലോവേര ജെല്ലല്ല, നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പ്ലാന്റ്സ് നമ്മൾ നേരിട്ടെടുക്കുന്ന അലോവേര ജെല്ലാണ്. ഇനി നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന അലോവേര ജെൽ എന്ന് പറയുന്നത് മിക്കതും ഒരു പച്ച കളറിലായിരിക്കും ഉണ്ടാവുക. നിങ്ങൾ ആരെങ്കിലും പച്ച കളറിലുള്ള അലോവേര കണ്ടിട്ടുണ്ടോ? അതിൻ്റെ ഉള്ളിലത്തെ നമുക്ക് ആ ജെല്ലി പച്ച കളറിൽ നമ്മുടെ വീട്ടിൽ വെച്ച് പിടിക്കുന്നത് നിങ്ങൾക്ക് പച്ച കളറിലാണോ കിട്ടുക? അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടെ അത് ശരിക്കും ഒരു വാട്ടർ പ്രൊഡക്റ്റ് ആണ്, അതിൽ ധാരാളം കളർ ആഡ് ചെയ്തിട്ടാണ് അങ്ങനെ വരുന്നതെന്ന്. ഇനി നമുക്ക് വൈറ്റ് കളറിലുള്ള അലോവേര ജെല്ല് കിട്ടിയാലും ഇതിൻ്റെ ഒക്കെ ഒരു ഫ്രേഗ്രൻസ് എന്ന് പറയുന്നത് ഭയങ്കര തലക്കിറങ്ങി പോകുന്ന ഫ്രേഗ്രൻസ് ആയിരിക്കും. അപ്പോൾ അവരതിൽ അത്രയും ഫ്രേഗ്രൻസ് ആഡ് ചെയ്യുന്നുണ്ട്, ഫ്രേഗ്രൻസും കളറൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് എന്നാണ് അർത്ഥം. ഇതൊക്കെ യൂസ് ചെയ്താൽ നമ്മുടെ സ്കിന്നിന് ഒരു ബെനിഫിറ്റും കിട്ടാൻ പോകുന്നില്ല, മറിച്ച് ലോങ് റണ്ണിലേക്ക് ഭയങ്കര ബാഡായിട്ട് സ്കിന്നിനെ എഫക്റ്റ് ചെയ്യും. ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. അതിലും എത്രയോ അഫോർഡബിൾ ആയിട്ടുള്ള പൈസയ്ക്ക് നമുക്ക് വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ അടുത്തുള്ള മരുന്ന് കടയിൽ നിന്നോ പച്ചമരുന്ന് കടയിൽ നിന്നൊക്കെ അലോവേരേൻ്റെ ലീഫ് വാങ്ങിക്കാൻ കിട്ടും. അതിൽ എക്സ്ട്രാക്ട് ചെയ്തെടുത്താൽ അതിലൊക്കെ എത്രയോ അഫോർഡബിൾ ആയിരിക്കും. നിങ്ങൾ കുറച്ചൊരു ഈസി പണിക്ക് വേണ്ടിയിട്ട് പുറത്തുനിന്നുള്ള മിക്ക അലോവേര ജെല്ലിനെ പറ്റിയിട്ടും തന്നെയാണ് ഞാൻ പറയുന്നത്, ഒരു ബ്രാൻഡിൻ്റെ എന്ന് പറയുന്നില്ല, മിക്ക അലോവേര ജെല്ലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം നമ്മൾ വീട്ടിൽ വെച്ച് പിടിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പതഞ്ജലിയുടെ ഒക്കെ അലോവേര ജെൽ എസ്പെഷ്യലി ഭയങ്കര ബാഡാണ്. അപ്പോൾ അത് പുറത്തുനിന്ന് വാങ്ങിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിർത്തിയേക്കുക. കഴിവതും നിങ്ങൾ വീട്ടിൽ തന്നെ ഇത് വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഏറ്റവും ഒരു നല്ല മോയ്സ്ചറൈസറും കൂടിയാണ് അലോവേര ജെൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പുറത്തുനിന്ന് മേടിക്കുന്നത് ഇന്നത്തോടെ നിർത്തിയേക്കുക.
ഇനി അടുത്തൊരു പ്രൊഡക്റ്റാണ് സൺസ്ക്രീൻ പൗഡേഴ്സ്, അതേപോലെ തന്നെ സൺസ്ക്രീൻ വൈപ്സ് എന്നൊക്കെ പറയുന്ന ഐറ്റംസ് ഇപ്പോൾ കുറേ മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട്. ആക്ച്വലി ഇതിൽ സൺസ്ക്രീൻ ഫിൽറ്റേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ്. ജസ്റ്റ് അവർ സൺസ്ക്രീൻ ഫിൽറ്റേഴ്സ് ഉണ്ട് എന്നുള്ള പേരിൽ ജസ്റ്റ് ഇറക്കുന്നതെന്നുള്ളൂ. ഇതിലൊക്കെ സൺസ്ക്രീൻ ഫിൽറ്റേഴ്സ് ഭയങ്കര കുറവാണ്. ഏറ്റവും നല്ലത് നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ അത് ക്രീം ഫോമിൽ തന്നെ ഉള്ളത് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഈ സ്കിന്നിൻ്റെ ടോപ്പ് ലെയറിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അത് പൗഡേഴ്സും എസ്പെഷ്യലി വൈപ്സും ഒക്കെ ആകുമ്പോൾ ഒരു ഗുണവും ഇല്ല. പൗഡേഴ്സ് ഒക്കെ ആകുമ്പോൾ അതിൽ ഭയങ്കര കുറഞ്ഞ അളവിലായിരിക്കും ഈ സൺസ്ക്രീൻ ഫിൽറ്റേഴ്സ് നമ്മുടെ സ്കിന്നിൽ അത് നിൽക്കുന്നത്. അപ്പോൾ സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ സൺസ്ക്രീൻ ക്രീം ഫോമിൽ തന്നെ ഉള്ളത് അതിൻ്റെ ഫിൽറ്റേഴ്സ് നോക്കിയിട്ട് നല്ലത് നോക്കിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി നോക്കുക. സൺസ്ക്രീൻ വൈപ്സും സൺസ്ക്രീൻ പൗഡേഴ്സും ഒക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നത് നിർത്തിയേക്കുക. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഡാബറിൻ്റെ ഫേസ് ടോണർ എന്ന് പറയുന്നത്. ഒരു വൈറ്റ് കളറിൽ ഡബ്ബയിൽ ഒരു പിങ്ക് കളറിൽ പാക്കേജിങ്ങിലൊക്കെ വരുന്ന ഡാബറിൻ്റെ നമ്മുടെ റോസ് വാട്ടർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് 2-3 പ്രിസർവേറ്റീവ്സ് ഉണ്ട്, അതേപോലെ തന്നെ റോസ് ഓയിൽ ഉണ്ട്, അതേപോലെ തന്നെ അക്വ വാട്ടർ ഉണ്ട്. അത്രയും കാര്യങ്ങൾ ഇതിലുള്ളൂ. നമ്മുടെ റോസിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളും ഇതിൽ പ്രത്യേകം വരുന്നില്ല. റോസ് ഓയിൽ എന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് അങ്ങനെ ബന്ധമുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ബന്ധമുള്ളതെന്ന് തോന്നില്ല എന്നല്ല, ബന്ധമുള്ളതല്ല. റോസ് ഓയിൽ എന്ന് പറഞ്ഞാൽ റോസിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഒരു ഓയിലാണ്. അത് നമ്മുടെ ടോണറിൽ ശരിക്കും വെക്കേണ്ട ഒരു സാധനമല്ല. അപ്പോൾ ഇത് ഭയങ്കര വേസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. കുറേ ആൾക്കാർ ഇപ്പോഴും ഏതിനാന്നറിയാതെ കഥ അറിയാതെ ആട്ടം കാണാന്നൊക്കെ പറയുന്ന പോലെ കുറേ ആൾക്കാർ വാങ്ങി ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഡാബറിൻ്റെ റോസ് വാട്ടർ. ഭയങ്കര അഫോർഡബിളും ആണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചെന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ സ്കിന്നിന് ഒരു ബെനിഫിറ്റും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇന്നത്തോടെ നിർത്തിയേക്കുക. ശരിക്കും ഒരു അട്ടർലി വേസ്റ്റ് ഓഫ് മണിയാണ് നമ്മുടെ ഡാബറിൻ്റെ റോസ് വാട്ടർ. ഇനി അങ്ങനെ ടോണർ ഉപയോഗിക്കണം എന്ന് നിർബന്ധമുള്ള ആൾക്കാർ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ടോണർ ശരിക്കും നമ്മുടെ ഫേസിന് ആവശ്യമില്ല. അപ്പോൾ ടോണർ ഉപയോഗിക്കണം നിർബന്ധമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറേ ഓർഗാനിക് ആയിട്ടുള്ള കുറേ ഇൻസ്റ്റഗ്രാം പേജസ് ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അവരുടെ നിന്ന് ശരിക്കും ഫിൽട്ടർ ചെയ്തെടുത്ത റോസ് വാട്ടർ അല്ല ടോണേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. ശരിക്കും എക്സ്ട്രാക്ട് ചെയ്തെടുത്ത ടോണേഴ്സ്. അങ്ങനെ നിങ്ങൾ വാങ്ങി നല്ലതെന്ന് തോന്നുന്നത് വാങ്ങി യൂസ് ചെയ്യാം. ഈ ഡാബറിൻ്റെ ഫേസ് ടോണർ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇന്നത്തോടെ നിർത്തിയേക്കാം. അപ്പോൾ ഒരുവിധം പ്രൊഡക്റ്റിനെ പറ്റിയിട്ടൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. ഇനിയും നമ്മുടെ മാർക്കറ്റിൽ കുറേ പ്രൊഡക്റ്റ് ആൾക്കാർ നല്ലതാണെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ച് ഉപയോഗിക്കുന്ന കുറേ പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ വരും വീഡിയോസിൽ ഞാൻ ഓരോരോ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ടിപ്സും അതേപോലെ തന്നെ എൻ്റെ വീഡിയോസ് ഒന്നും മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇനി നമുക്ക് പിന്നൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.